ഇപ്പോൾ സുനിൽ ഐസക്കിലേക്ക് പോവുകയാണ്. സുനിൽ, കൂടുതൽ MLA-മാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. MLA-മാരുടെ അഭിപ്രായം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ഇതിലിപ്പോൾ 3 നേതാക്കളുടെ കാര്യത്തിൽ, സതീഷിന്റെയും KC-യുടെയും ചെന്നിത്തലയുടെയും കാര്യത്തിൽ MLA-മാരുടെ പിന്തുണ നോക്കുമ്പോൾ അതിൽ കൂടുതൽ സാധ്യതയുള്ളത് KC-ക്കല്ലേ? തീർച്ചയായും നിലവിലെ ഒരു സാഹചര്യം അങ്ങനെ തന്നെയാണ്. അത് പറയാതിരിക്കാനാവില്ല, സമ്മതിക്കാതിരിക്കാനാവില്ല. കാരണം നേരത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയം മുതൽ തന്നെ നമുക്ക് കൃത്യമായി അറിയാം KC വേണുഗോപാലിന് അദ്ദേഹത്തിന്റെ അടുത്ത ആളുകൾ, അവരുടെ വിശ്വസ്തരായ ആളുകളാണ് കൂടുതലും ആ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് തന്നെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ജയിച്ച് എത്തുമ്പോഴും ആ എണ്ണം, MLA-മാരുടെ എണ്ണം സ്വാഭാവികമായും കൂടുതലും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ എണ്ണം തന്നെയാണ് കൂടുതലും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ ആത്മവിശ്വാസം KC ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ഏതാണ്ട് 53ഓളം MLA-മാരുടെ പിന്തുണ, 83ഓളം MLA-മാരുടെ, ക്ഷമിക്കണം, 53ഓളം MLA-മാരുടെ പിന്തുണ ഉണ്ട് തനിക്കെന്നാണ് KC വേണുഗോപാൽ പക്ഷം കണക്കുകൂടുന്നത്, അല്ലെങ്കിൽ അവരുടെ അവകാശവാദം അങ്ങനെയാണ്. മാത്രമല്ല ഹൈക്കമാൻഡിന്റെ ഒരു പിന്തുണ കൂടി സ്വാഭാവികമായും KC വേണുഗോപാലിനുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് വളരെ നിർണായകമാണ്. KC വേണുഗോപാലിനുള്ള ഒരു അനുകൂല സാഹചര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും മറ്റ് ചില സാഹചര്യങ്ങളുണ്ട്, ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കണക്കിലെടുക്കേണ്ടി വരും ഹൈക്കമാൻഡ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഘടകകക്ഷി നേതാക്കൾ അവരുടെ അഭിപ്രായം എന്താണ് എന്നതാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു ആഭ്യന്തര വിഷയമാണ് എന്ന് പറയുമ്പോൾ പോലും പക്ഷേ ഘടകകക്ഷികൾ ഇക്കാര്യത്തിൽ നിർണായകമാണ്. ഘടകകക്ഷികളുടെ നേതാക്കളെ കണ്ടു, നിരീക്ഷകർ കണ്ടു, എന്തെങ്കിലും തങ്ങളുടെ നിലപാടുകൾ അറിയിച്ചോ? മൗനെ ഒന്ന് വെടിയും വെടി. MLA-മാരെ കാണുന്നതിൽ മാറി നിൽക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു മുന്നോട്ട് ഏതാ വണ്ടി? വണ്ടി ഏതാണ്? പ്രതികരണമില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് VD സതീശൻ. അവിടെ ഹോട്ടലിലെത്തി നിരീക്ഷകരെ കണ്ട ശേഷം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം. ഇനി ഇന്ദിരാഭവനിലേക്കാണ്. അവിടെ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാനായി അദ്ദേഹം പോവുകയാണ്. മുഖത്ത് ഒരാശങ്ക നിഴലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അത്രയധികം ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. എങ്കിലും അദ്ദേഹം സന്തോഷവാനാണ്. ദീപാദാസ് മുൻഷി MLA-മാരുടെ യോഗത്തിൽ പങ്കെടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അതിന് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം പുറത്തിറങ്ങിയതിന് തൊട്ടു മുൻപ് ദീപാദാസ് മുൻഷിയും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. പക്ഷേ അവരും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് ശ്രദ്ധേയം. എന്തായാലും നിർണായകമായ കൂടിക്കാഴ്ചകൾ തിരുവനന്തപുരത്ത് പുരോഗമിച്ചു വരികയാണ്. ആരാകും അടുത്ത മുഖ്യമന്ത്രി, UDF മുഖ്യമന്ത്രി ആരാകും എന്നറിയാനുള്ള ആകാംക്ഷയാണ്. 3 പേരുടെ പേര് ഉയർന്നു വരുന്നു. സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. ഇതിൽ ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നറിയാനുള്ള, കണ്ടെത്താനുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളുമാണ് തിരുവനന്തപുരത്ത് പുരോഗമിച്ചു വരുന്നത്. രജീഷ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. രജീഷ്, VD സതീശൻ പുറത്തേക്കിറങ്ങിയിരുന്നു, ദീപാദാസ് മുൻഷിയും പുറത്തേക്കിറങ്ങിയിരുന്നു. പക്ഷേ ഇരു നേതാക്കളും ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോവുകയാണോ ചെയ്തത്? VD സതീശൻ അല്പസമയം മുമ്പാണ് യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇരിക്കുന്നത്. അദ്ദേഹം ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ ദീപാദാസ് മുൻഷിയെ ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയിരുന്ന ചോദ്യത്തിന് പോലും അദ്ദേഹം പ്രതികരിക്കാതെ ഇവിടെ നിന്നും മൗനമായി തന്നെ കാറിൽ കയറി പോകുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തൊട്ട് മുമ്പെയാണ് ദീപാദാസ് മുൻഷി പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ അവരെ തിരിച്ച് AICC-യിൽ നിന്നും വന്ന നിരീക്ഷകർ തിരിച്ച് അകത്തേക്ക് വിളിച്ചു. അവർ അല്പസമയം മുമ്പ് തിരിച്ച് അകത്തേക്ക് കയറി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനി VD സതീശൻ പുറത്തേക്ക് ഇറങ്ങുന്ന തൊട്ട് മുമ്പാണ് അവരെ അകത്തേക്ക് വിളിച്ചത്. അതിലെന്തെങ്കിലും നിർണായകമായ തീരുമാനമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും VD സതീശൻ പറഞ്ഞ അഭിപ്രായത്തോട് ചേർന്ന് എന്തെങ്കിലും സംസാരിക്കാനാണോ അവരെ അകത്തേക്ക് വിളിപ്പിച്ചതെന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ദീപാദാസ് മുൻഷി പുറത്തേക്ക് വരുന്നു, തൊട്ട് പിന്നാലെ VD സതീശൻ വരുന്നു. ആ സമയത്ത് തന്നെ ദീപാദാസ് മുൻഷിയെ തിരിച്ച് വീണ്ടും അകത്തേക്ക് ഡൽഹിയിൽ നിന്നും വന്ന AICC നിരീക്ഷകർ തിരിച്ചു വിളിച്ചിട്ട് അവർ വീണ്ടും അകത്തേക്ക് കയറി പോവുകയാണ്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് അടക്കം ഈ യോഗത്തിന് പങ്കെടുത്ത ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ് MP നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം AICC നേതൃത്വവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ രജീഷ്, ഇപ്പോൾ സതീശൻ പുറത്തേക്കിറങ്ങി, കൊടിക്കുന്നിൽ പുറത്തേക്കിറങ്ങി. ഹോട്ടലിനകത്ത് നിരീക്ഷകരെ കാണാൻ മുതിർന്ന നേതാക്കൾ ആരൊക്കെയുണ്ട്?
അതിനർത്ഥം അല്പസമയം ഇപ്പോൾ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളുണ്ട്. എന്തായാലും അല്ല, ഞാൻ പോകുന്നതിന് മുമ്പ് നിലപാട് പറഞ്ഞല്ലോ, അത് തന്നെയാണ്. യോഗത്തിൽ എന്തെങ്കിലും നിർണായകമായ അല്ല, ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ, അത് തന്നെയാണ് നിലപാട്. അഭിപ്രായങ്ങൾ അറിയിച്ചു. പറഞ്ഞല്ലോ, ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡിന്റെ ഭാഗമാണ്, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, ലോക്സഭയിലെ ചീഫ് വിപ്പാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തോടൊപ്പമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹൈക്കമാൻഡിന് എന്താണോ തീരുമാനിക്കുന്നത് അതിനോടൊപ്പമാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ കൊടിക്കുന്നിൽ സുരേഷ് യോഗത്തിന് ശേഷം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. പക്ഷേ അദ്ദേഹം നേരത്തെ പറഞ്ഞ അതേ നിലപാടിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കൂടുതലൊന്നും പറയാനില്ല. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതലൊന്നും തന്നെ പറയാനില്ല എന്നും പറയുന്നു. ഈ യോഗത്തിന് ശേഷം നിങ്ങൾ ഈ ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം തന്നെ അവരോടാണ് ചോദിക്കുന്നത്. അവർക്ക് മാത്രമേ മറുപടി പറയാൻ കഴിയൂ. ഞങ്ങൾക്ക് ആർക്കും മറുപടി പറയാൻ കഴിയില്ല. അവർക്ക് ഈ നിരീക്ഷകരായി വന്നിരിക്കുന്നവർക്ക് മാത്രമേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങൾ അവരോട് ചോദിക്കുക. ഞങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഉത്തരവും കിട്ടാൻ പോകും. എംഎൽഎമാരുടെ പിന്തുണ മാത്രമാണോ പരിഗണിക്കുക? ഹൈക്കമാൻഡ് അതിനൊരു അഭിപ്രായം ഉണ്ടോ?